ഏറ്റവും പ്രധാനപ്പെട്ട അധ്യക്ഷൻ, ഏറ്റവും ആദരണീയനായ നമ്മുടെ ഇന്നത്തെ ഈ പ്രോഗ്രാം ഉദ്ഘാടനം ചെയ്ത നമ്മുടെ വാർഡ് മെമ്പർ, ഏറ്റവും ബഹുമാനപ്പെട്ട പാല സെന്റ് മേരീസ് ഹയർ സെക്കൻഡറി പ്രിൻസിപ്പൽ, ഈ സ്കൂളിന്റെ PTA പ്രസിഡന്റുമാര്, പാല സെൻട്രൽ ലയൺസ് ക്ലബിന്റെ പ്രസിഡന്റ് ഡോക്ടർ DA ജോസ്, ഇന്ന് നമുക്ക് നല്ലൊരു ക്ലാസ് നൽകാനായി എത്തിയിരിക്കുന്ന ഡോക്ടർ ആന്റണി സാറ്, നല്ല NSSന്റെ പ്രോഗ്രാം ഓഫീസർ, നല്ലവരായ അധ്യാപകരെ, വിദ്യാർത്ഥികളെ, ലോകത്തിലെ ഏറ്റവും വലിയ സേവന സന്നദ്ധ സംഘടനയായ ലയൺസ് ക്ലബ്സ് ഇന്റർനാഷണലിന്റെ ഏതാനും പ്രോജക്റ്റിൽ ഒന്നായ യൂത്ത് എംപവർമെന്റ് പ്രോഗ്രാമിന്റെ ഭാഗമായി നിങ്ങൾക്ക് ഇന്ന് നല്ലൊരു ക്ലാസ് നൽകാനായി ആണ് ഞങ്ങൾ എത്തിയിരിക്കുന്നത്. അതുപോലെ തന്നെ വളരെ നല്ല രീതിയിൽ ഏറ്റവും നല്ല ഒരു സ്കൂൾ എന്നറിയപ്പെടുന്ന പാലാ സെന്റ് മേരീസ് ഹയർ സെക്കൻഡറി സ്കൂളില് വളരെ സന്തോഷത്തോടെ ഈ ക്യാമ്പിൽ പങ്കെടുക്കുവാനായി വന്നെത്തിയിരിക്കുന്ന കുട്ടികളെ കാണുമ്പോൾ തന്നെ ഞങ്ങൾക്ക് സന്തോഷമുണ്ട്. ഏതാണ്ട് 6 മാസം മുമ്പ്, അല്ലെങ്കിൽ 3-4 മാസം മുമ്പ് നിങ്ങളുടെ സ്കൂളിൽ വന്ന അന്ന് മുതൽ പല പ്രോഗ്രാമുകളിൽ പങ്കെടുക്കുവാനായിട്ട് ഞങ്ങൾക്ക് സാധിക്കുന്നുണ്ട്. അപ്പോൾ വളരെ നല്ല രീതിയിൽ പഠിക്കുന്ന, അല്ലെ സേവന പ്രവർത്തനങ്ങൾക്ക് നല്ല മുൻതൂക്കം കൊടുക്കുന്ന പാലാ സെന്റ് മേരീസ് ഹയർ സെക്കൻഡറി സ്കൂളും ഹൈസ്കൂളും ഒക്കെ ഞങ്ങൾക്ക് ലയൺസിന് പ്രത്യേക താല്പര്യമുള്ള, ഞങ്ങൾ വളരെ സന്തോഷത്തോടെ കടന്നു വരുന്ന ഒരു വിദ്യാലയമാണ് പാലാ സെന്റ് മേരീസ് ഹയർ സെക്കൻഡറി സ്കൂൾ. അപ്പൊ തീർച്ചയായിട്ടും അവിടെ നിങ്ങൾക്ക് വായനയായി പത്രം തന്ന ഒരു ലയൺസ് ക്ലബ്ബാണ് പാലാ സെൻട്രൽ ലയൺസ് ക്ലബ്ബ്. അതിന്റെ നേതൃത്വത്തിൽ അതിന്റെ പ്രസിഡന്റും അവിടുത്തെ ഒരു മെമ്പറുമാണ് നിങ്ങൾക്ക് ക്ലാസ് എടുക്കുവാനും നിങ്ങളെ ആശംസ അറിയിക്കുവാനായി എത്തിയിരിക്കുന്നത്. അത് നമുക്ക് സന്തോഷത്തിന്റെ കാര്യമാണ്. മുമ്പ് എല്ലാവരും പറഞ്ഞതുപോലെ ഈ അവധിക്കാലത്ത് നിങ്ങളെ മൊബൈലും കമ്പ്യൂട്ടറും അല്ലെങ്കിൽ പല പല കാര്യങ്ങളിൽ ഏർപ്പെടേണ്ട സമയത്ത് നിങ്ങൾക്ക് ഇങ്ങനെ ഒരു ക്യാമ്പ്, 7 ദിവസത്തെ ക്യാമ്പ് വന്നപ്പോൾ നിങ്ങൾ പല കാര്യങ്ങളും മുടങ്ങിയാണ് നിങ്ങളിവിടെ വന്നിരിക്കുന്നത്. പക്ഷെ അതൊന്നും നിങ്ങളുടെ ജീവിതത്തിൽ ഒരിക്കലും ഒരു നഷ്ടമായിരിക്കില്ല. നിങ്ങൾ നേതൃത്വത്തിലേക്ക് കടന്നു വരുവാനുള്ള ഏറ്റവും നല്ല ഒരു കാര്യമാണ് ഈ 7 ദിവസത്തെ ക്യാമ്പ് എന്ന് പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ഞങ്ങളൊക്കെ ഇങ്ങനെയുള്ള കാര്യങ്ങൾ കടന്നു വന്നതുകൊണ്ട് നിങ്ങൾ നേതൃത്വത്തിലുള്ള ഏതെങ്കിലുമൊക്കെ സംഘടനയിൽ കൂടി നേതൃത്വത്തിലേക്ക് കടന്നു വരണമെങ്കിൽ തീർച്ചയായും ഇങ്ങനെയുള്ള ഒരു ക്യാമ്പല്ല, പല ക്യാമ്പുകൾ നിങ്ങൾ പങ്കെടുത്താൽ മാത്രമേ നിങ്ങൾക്ക് നല്ല നാളെ നയിക്കുന്ന നല്ല പൗരന്മാരായി കടന്നു വരുവാനായിട്ട് സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് ഇതൊന്നും നിങ്ങൾക്ക് നഷ്ടമല്ലാതെ നിങ്ങൾക്ക് വളരെ ലാഭമാണ് എന്ന് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കും. ഈ 7 ദിവസം നിങ്ങൾ വളരെ നല്ല രീതിയിൽ പ്രയോജനപ്പെടുത്തുക. പ്രത്യേകിച്ച് ഞങ്ങളൊക്കെ ചരിത്രത്തിലൊക്കെ പറയാറുണ്ട്, നിങ്ങളൊക്കെ ഏതെങ്കിലും സംഘടനയിൽ അംഗമായിരിക്കണം. ഏതെങ്കിലും ഒരു സംഘടനയിൽ അംഗമായിട്ടുള്ള വിദ്യാർത്ഥികൾ അല്ലെങ്കിൽ അവരെ കുട്ടികൾ ഒരു തരത്തിലും തികയ്ക്ക് പുറകെയോ അതല്ലെങ്കിൽ വേറെ യാതൊരു മോശമായ കാര്യങ്ങളിൽ ഏർപ്പെടുകയില്ല. കാരണം അവർ നല്ലൊരു ടീമായിട്ട് ടീം വർക്ക് ചെയ്യുമ്പോൾ അവർക്ക് പഠനത്തോടൊപ്പം അവർക്ക് നല്ലപോലെ പഠിക്കുവാനും പറ്റും, വളരെ നല്ല രീതിയിൽ നേതൃനിലയിലോട്ട് വരുവാനും സാധിക്കും. അപ്പൊ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇത് രണ്ടും സാധിക്കുമെന്ന് പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. നിങ്ങൾക്ക് നല്ല രീതിയിൽ പഠിക്കുവാനും സാധിക്കും, നിങ്ങൾക്ക് നേതൃനിലയിലോട്ട് മുന്നോട്ട് നല്ല രീതിയിൽ വരുവാനും സാധിക്കും. പക്ഷെ നിങ്ങൾ ഈ ഹയർ സെക്കൻഡറി ഒക്കെ കഴിഞ്ഞ് കോളേജിലെ ഉന്നത വിദ്യാഭ്യാസത്തിലൊക്കെ പോകുമ്പോഴും നിങ്ങൾക്ക് നഷ്ടപ്പെടുത്തരുത്. ഏതെങ്കിലും സംഘടനയിൽ കൂടിയോ എങ്ങനെയെങ്കിലും ഒക്കെ നമുക്ക് എന്തെങ്കിലുമൊക്കെ നല്ല കാര്യങ്ങൾ നിങ്ങൾ NSS ചെയ്യുന്ന പോലെ തന്നെയുള്ള നല്ല കാര്യങ്ങളാണ് ലയൺസ് ക്ലബ്ബ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ ക്യാമ്പുമായി ബന്ധപ്പെട്ട് തന്നെ ഇപ്പോൾ തന്നെ 3 ക്യാമ്പുകൾ ഞങ്ങൾ ലയൺസ് ക്ലബ്ബ് ഏറ്റെടുത്തിട്ടുണ്ട്. പാല അൽഫോൻസ കോളേജിൽ നാളെ കഴിഞ്ഞ് അവിടെ നടക്കുന്ന ക്യാമ്പിൽ ഞങ്ങൾ ഇതുപോലെ തന്നെ നല്ലൊരു ക്ലാസ് നമ്മുടെ ഈ ഭാഗ്യത്തിൽ തന്നെ ഡോക്ടർ ആന്റണി സാറാണ് അവിടെ ക്ലാസ് കൊടുക്കുന്നത്. അത് കഴിഞ്ഞ് FDCMS ഹൈസ്കൂളിൽ വെച്ച് ഈരാറ്റുപേട്ട ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിന്റെ ക്യാമ്പ് നടക്കുന്നുണ്ട്. അവിടെയും ഞങ്ങൾ ഒരു ക്ലാസും അതുപോലെ തന്നെ അവിടെ ഞങ്ങൾ വൈകുന്നേരം ഒരു നേരത്തെ ഫുഡും ഞങ്ങളാണ് സ്പോൺസർ ചെയ്തിരിക്കുന്നത്. അങ്ങനെ വളരെ നല്ല രീതിയിൽ ക്യാമ്പുകൾ, ഇനിയും ചിലപ്പോൾ ക്യാമ്പുകൾ പലതും വിളിച്ചിരിക്കും, അതെല്ലാം ഏറ്റെടുത്ത് അവിടെ എല്ലാ ക്ലാസ്സുകളും നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ കൊടുക്കാനായിട്ട് ഞങ്ങൾ തയ്യാറാണ്. തീർച്ചയായിട്ടും നിങ്ങൾ ഇതൊക്കെ പ്രയോജനപ്പെടുത്തുക. ഇതിലൂടെ നിങ്ങൾ നല്ല നേതൃത്വത്തിലോട്ട് വരുവാനായിട്ട് നിങ്ങൾ ഉത്സാഹിക്കുക.
നല്ല ഒരു പ്രിൻസിപ്പളുടെ നേതൃത്വത്തിലുള്ള ഒരു സ്കൂളാണ് നിങ്ങളുടെ. കാരണം നിങ്ങളുടെ സ്കൂളിൽ വന്ന അന്ന് നിങ്ങളുടെ പ്രിൻസിപ്പളുമായിട്ട് പരിചയപ്പെട്ട അന്ന് ഞാൻ തീരുമാനിച്ചത് വളരെ നല്ലൊരു പ്രിൻസിപ്പളാണല്ലോ. കാരണം ഞാൻ കോട്ടയം, ആലപ്പുഴ, പത്തനംതിട്ട 3 ജില്ലയിലെ മുഴുവൻ സ്കൂളുകളിലും കോളേജുകളിലും ഓരോ ദിവസവും ഇങ്ങനെയുള്ള പ്രോഗ്രാമുകളായി കടന്നിരുന്നതാണ്. അവിടെ എൻ്റെ ഉദ്ഘാടനം ചെയ്യുക ഇവിടെ നമ്മുടെ ക്ലാസ് സെക്രട്ടറിയുള്ള നാഷണൽ പ്രോഗ്രാം കോർഡിനേറ്റർ ശ്രീ മണി സാർ, നമ്മുടെ പ്രിയപ്പെട്ട അധ്യാപകരെ, ജോലിയിൽ സമർപ്പിച്ചുള്ള പ്രിയപ്പെട്ട കുട്ടികൾ, നമ്മളെ സംബന്ധിച്ച് വളരെ നല്ലൊരു പ്രോഗ്രാമാണ് നിങ്ങൾ നീണ്ടറിയിക്കാറുണ്ട്. സാധാരണ 2 ദിവസം കാണാറുണ്ട്. നിങ്ങളുടെ 7 ദിവസത്തെ വളരെ സമഗ്രമായി പ്രോഗ്രാംസൊക്കെ നോക്കി വളരെ വളരെ വിപുലമായിട്ടുള്ള രീതിയിൽ പല പല ആക്ടിവിറ്റീസ് കൊണ്ട് ക്ലാസ് എടുക്കുകയും വളരെ നല്ല രീതിയിലുള്ള വിചാരമാണ് അവതരിപ്പിക്കുന്നത്. അല്ലാതെ മറ്റൊരു തീർച്ചയായിട്ടും നിങ്ങൾക്ക് നല്ല രീതിയിൽ ഉപയോഗപ്പെടുത്തണം. തീർച്ചയായും നിങ്ങളത് ഭാവിയിൽ വളരെയധികം പ്രയോജനം ചെയ്യുന്നതായിരിക്കും. നിങ്ങളെ സംബന്ധിച്ച് വളരെ ക്രൂഷ്യലായിട്ടുള്ള ഒരു കാലഘട്ടമാണ്. ഈ കാലഘട്ടത്തിൽ ഹയർ സെക്കൻഡറി സ്കൂളിലൊക്കെ പഠിച്ച് ഏത് നാട്ടിൽ പഠിക്കുന്നു അല്ലെങ്കിൽ എങ്ങനെ പോകുന്നതിനനുസരിച്ചാണ് ഭാവിയുള്ളത്. ഈ ഒരു കാലഘട്ടം കഴിഞ്ഞാൽ നിങ്ങൾ എത്ര വരെ അനുഭവപ്പെടണം, ബോധപ്പെടുത്തി ജീവിച്ചാൽ അതെല്ലാം അതെങ്ങനെ നിങ്ങൾ പോകും. അത് നല്ല ഓഫീസറായിട്ടോ IAS ഓഫീസറായിട്ടോ ഡോക്ടറായിട്ടോ അപ്പോൾ നല്ലതായി പോകുമ്പോൾ 10 മിനിറ്റ് കറക്റ്റ് സമയമുള്ളൂ. അപ്പം നിങ്ങൾക്ക് നിങ്ങളുടെ എഴുതാക്കാമോ? അങ്ങോട്ട് മാറി നിങ്ങൾ കോട്ട പൊളിക്കാൻ സംസാരിച്ച് വിളിച്ചു പറഞ്ഞേക്കാം. മാറും ഓരോ ചോദ്യം ആ സമയം എത്തുന്നതല്ലേ അല്ലേ? ചോദ്യത്തിന്റെ പ്രായമാണ്. എല്ലാ കാര്യങ്ങളും പഠിക്കുന്ന കാര്യങ്ങളും സംസാരിക്കുന്ന എനർജറ്റിക്കായി ഇല്ല അങ്ങനെയല്ല പറയണം കേട്ടോ. ഓക്കെ, ജനഗണമന പാടുമ്പോൾ ആർക്കും നല്ല ഇഷ്ടമാണ് സ്കൂളിലല്ലേ. ജനഗണമന പാടുമ്പോ അത് പെട്ടെന്ന് വീട്ടിൽ പോകാം കേട്ടോ. പക്ഷെ മുമ്പേ ജനഗണമന പാടി പാർക്കുകൾ ഇഷ്ടമില്ല അല്ലേ, വീട്ടിൽ പോകാൻ പറ്റുന്നില്ല. പിന്നെ ഒരു സാധനം ക്ലാസ്സൊക്കെ വന്നിരിക്കുന്നു അല്ലേ. 10 പേര് അയ്യോ അസംബ്ലിയിൽ പോകുന്നത് നല്ല പരിപാടിയാണ്.
നേരത്തെ അല്ലേ അസംബ്ലി കൊടുക്കുന്നത് അത് അതെന്ന് പറയാമോ ഡീഹൈഡ്രേഷൻ ആണ് ജലാംശം വേഗം നഷ്ടപ്പെട്ടു പോകുക അപ്പൊ ഡീഹൈഡ്രേഷൻ ഉണ്ടാകാൻ ഫസ്റ്റ് വേണ്ട എന്താ വെള്ളം ഫസ്റ്റ് വേണ്ടത് ഇങ്ങോട്ട് വേണ്ടത് ഓക്കെ ഫസ്റ്റ് വെള്ളം വേണം അത് ഇതിനോട് മാറ്റി കാര്യങ്ങളൊക്കെ രക്ഷപ്പെട്ടാലും പിന്നീട് അവിടെ പോകുന്നതിന് പിന്നീട് കാരണം ഇവിടെ വേണം അല്ലേ നമ്പർ നമ്മൾ എടുക്കേണ്ടത് വെള്ളം മാത്രം എടുക്കുക നമ്പർ എടുക്കേണ്ട വെള്ളം ഓക്കെ നമ്പർ 2 സൺഗ്ലാസസ്